ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ നിധി? അയ്യോ, എന്താ നിധി ഇത്? പയ്യത്തെ കൊച്ചിന് നീ എന്താ ചെയ്യുന്നേ? ഇനി വാ തുറന്നാ നിങ്ങൾ വാങ്ങിക്കും, മനസ്സിലായോ? വേണോ എന്റെ കയ്യിൽ നിന്ന്? എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി നീ ഞങ്ങളുടെ മുമ്പിൽ ഈ ആത്മഹത്യാ നാടകം കളിച്ചത്? ഞങ്ങളെയൊക്കെ അങ്ങ് പൊട്ടന്മാരാക്കാവുന്ന കരുതിയോ നീ? ആത്മഹത്യ നാടകം എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവുന്നില്ലേ? നീ ഇത്രയ്ക്കും വലിയ കള്ളിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഈശ്വരമംഗലത്തുള്ള സകല ആൾക്കാരുടെയും പഴി കേട്ടവരാ ഞങ്ങള്. ആ ഞങ്ങളെ തന്നെ നീയും നിന്റെ അമ്മയും ചേർന്ന് ചതിച്ചല്ലോ. നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഞങ്ങൾ നേരിടേണ്ടി വന്നെന്ന് നിനക്കറിയോ? നിന്നെ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോലും എതിർത്തതാ. എന്നിട്ട് എന്നെ പോലും അറിയിക്കാതെ നിനക്ക് വേണ്ടി, നിനക്കൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ ഈ മനുഷ്യൻ. അതറിയോ? വിഷം കഴിച്ചൊന്ന് പച്ച കള്ളം പറഞ്ഞ് ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്ത നിന്നെ ഇനി എന്താടി ചെയ്യേണ്ടത്? നിധി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആരോ നിന്നെ പറഞ്ഞ് പറ്റിച്ചിരിക്കുക. പ്രണവിന് എന്നെ വേണ്ടെന്ന് പറഞ്ഞ വിഷമത്തില് ഞാൻ വിഷം തന്നെയാ കഴിച്ചത്. കൂടുതൽ അഭിനയിക്കരുത് നീ. നിനക്ക് കൂട്ടുനിന്ന ഈ വൃത്തികെട്ട ഡോക്ടർ എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞു. ആശുപത്രി കിടക്കയിൽ നിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഞാൻ പിന്നെ സത്യം അന്വേഷിച്ചിറങ്ങി. നീ കഴിച്ചത് വിഷമല്ല, വിറ്റമിൻ സിറപ്പാണെന്ന് ലാബ് റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞു. നിന്റെയും ഡോക്ടറിന്റെയും വേറൊരു കൂട്ടാളി ഉണ്ടായിരുന്നല്ലോ, ആ അറ്റൻഡർ. അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഇനി ഒരു ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എല്ലാത്തിനും പിന്നിൽ കാണാമറയത്ത് നിന്ന് ചരട് വലിച്ചൊരു സ്ത്രീ ഉണ്ടല്ലോ, അതാരാണെന്ന് കൂടി ഞങ്ങൾക്കറിയണം. ജീവൻ രക്ഷിച്ചു തരണമെന്ന് യാചിച്ചും നിങ്ങളെ വിശ്വസിച്ചും വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തുണയാകേണ്ടവരാണ് ഡോക്ടർമാർ. സത്യത്തിൽ തന്നെ പോലെയുള്ളവരെ ഡോക്ടർ എന്ന് വിളിക്കേണ്ടി വരുന്ന തന്നെ നാണക്കേടാ. നിങ്ങളെ ഡോക്ടർ എന്ന് വിളിച്ചാൽ നല്ലവരായ ദൈവതുല്യരായ ലക്ഷക്കണക്കിന് ഡോക്ടർമാർക്ക് അത് അപമാനമായി പോവും. അതുകൊണ്ട് ചോദിക്കാം, പറയടോ, ആരാ തനിക്ക് പണം തന്ന് ഇവളുടെ നാടകത്തിന് കൂട്ടു നിൽക്കാൻ ആവശ്യപ്പെട്ടത്? മര്യാദയ്ക്കത് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ കളിച്ച കളിയെല്ലാം ചേർത്ത് ഞങ്ങളങ്ങ് പോലീസിൽ അറിയിക്കും. പിന്നെ അവര് പറയിച്ചോളൂ എല്ലാം. എന്താ അത് വേണോ? എനിക്ക് പണം തന്നതും എന്നോട് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടതും ഒരു സ്ത്രീയാ. അത്രമാത്രം എനിക്കറിയൂ. അത് ആരാണെന്ന് പോലും സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ട് പോലുമില്ല. കള്ളം പറയുന്നോളാ. ആ പേര് പോലും നിനക്ക് അറിയില്ലല്ലേ? ഗൗതം, വേണ്ട, അയാളെ വിട്ടേക്ക്. അതൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. നിന്നെ വിശ്വസിക്കരുതെന്ന് അമ്മ ആണയിട്ട് പറഞ്ഞതാ. നിന്നെ പോലൊരുത്തിയെ വീണ്ടും ജീവിതത്തിലേക്ക് വലിച്ചു വെക്കില്ലെന്ന് പ്രണവ് തീർത്തു പറഞ്ഞതാ. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു നീ ഈ ജന്മത്ത് നന്നാവില്ലെന്ന്. എന്നിട്ട് നിന്നെ വിശ്വസിച്ച ഞങ്ങളാണ് വിട്ടികൾ. നിധി, പ്ലീസ്, ഒരു സിമ്പതി ഉണ്ടാക്കാനാണ് ഞാനിതൊക്കെ ചെയ്തത്.
ഇനി നീ മിണ്ടി പോവരുത്. ക്ഷമ ചോദിക്കാനുള്ള അവകാശം പോലും നിനക്കില്ല. ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കാനുള്ള അവസാന അവസരവും നീ നഷ്ടപ്പെടുത്തി ശിവാനി. ഇനി നീ രക്ഷപ്പെടില്ല. എന്റെ കൺമുമ്പിൽ പോലും ഇനി നിന്നെ കണ്ടുപോകരുത്. എല്ലാ മോഹങ്ങളും നീ ഇതോടെ ഉപേക്ഷിച്ചേക്ക്. ഗൗതം പോ. നിധി, അമ്മേ, നിധി, പോലെ. നിക്ക് നിധി. മോളെ നിധി, 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 നിക്ക്, നിക്ക്, നിക്ക്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. സോറി നിധി. എങ്ങനെയും പ്രണവിന്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. എന്നോടൊന്ന് ക്ഷമിക്ക്. ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മാവിന്റെ മോളല്ലേ ഇവള്. ഒരു തവണത്തേക്ക് കൂടിയെങ്കിലും ഇവളോട് ക്ഷമിക്കും മോളെ, പ്ലീസ്. നിങ്ങള് രണ്ടുപേരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയായിരുന്നു. പ്രണവിനും പാർവതി ആന്റിക്കും എന്നോടൊരു സെന്റിമെന്റ്സ് തോന്നിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. മണ്ടത്തരായിപ്പോയി, തെറ്റായിപ്പോയി. എന്നോടൊന്ന് ക്ഷമിക്ക് നിധി, പ്ലീസ്. പ്ലീസ് നിധി, ഈ സംഭവം ആരോടൊന്നും പറഞ്ഞു കളയല്ലേ. നിധി, നീ വരുന്നുണ്ട് അങ്ങോട്ട്. നിധി പോലെ പ്ലീസ്, പ്ലീസ്. മോറ് നിക്കടെ ഇങ്ങോട്ട്. ദയവ് തോന്നി എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് കരുതി ഇറങ്ങിയവളാണ് ഞാൻ. ആ എന്നെയും ആ പോയ മനുഷ്യനെയും നീ പറ്റിച്ചില്ലേ? ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പട്ടിയുടെ പോലെ 12 കൊല്ലം കുഴലിലിട്ടാലും അത് നിവരില്ലാന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഇനി ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു വരാമെന്നുള്ള മോഹവുമായി നിൽക്കണ്ട ശിവാനി. ആ വെള്ളമേ അങ്ങ് വാങ്ങി വെച്ചേക്ക്. അല്ല, ശ്ശോ, ദൈവമേ, ഇത്രയും കാലം പാടുപെട്ടത് മുഴുവൻ വെറുതെ ആയല്ലോടി മോളെ.